ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ. അത് വേറെങ്ങും അല്ല, നമ്മളുടെ ട്രിവാൻഡ്രം കൊല്ലം സൈഡിൽ ഉള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു 3 hour ജേണിയാണ്. സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നല്ല മനോഹരമായ സൂര്യകാന്തി പാടങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പം നമുക്ക് ഒരു 3 hour ജേണി ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:45 ഒക്കെ ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്, ഞാനും നന്ദും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്, ഒറ്റയ്ക്കല്ല ഞാൻ. അപ്പം നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ വെയിലില്ല, പിന്നെ അത്രയും റഷ് ഉണ്ടാവില്ല, പിന്നെ നമുക്ക് മനസ്സമാധാനമായിട്ട് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താം. അത് കാരണമാണ് രാവിലെ തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പം സൂര്യകാന്തിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ മോർണിംഗ് ടൈം. അപ്പം നമ്മളൊരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 5:45 ഇറങ്ങിയത് കേട്ടോ. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട, വെറുതെ കുറച്ചുകൂടെ നേരത്തെ ആക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു. അപ്പം നമ്മളുടെ റൂട്ട് എന്താണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം, നെടുമങ്ങാട്, ആര്യങ്കാവ്, തെന്മല, ചെങ്കോട്ടൈ, തെങ്കാശി, ആ റൂട്ടാണ്. അപ്പോൾ അത് പോകുന്ന വഴി നമുക്ക് തെന്മല കാണാം, ചെങ്കോട്ടൈ കാണാം, പിന്നെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും പോകുന്ന വഴിയിൽ. ഈ ഒരു റൂട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. ഇതിൻ്റെ ട്രെയിൻ ജേർണി ഭയങ്കര ഫേമസ് ആണ്. ഈ കൊല്ലം, ചെങ്കോട്ടൈ, തെങ്കാശി റൂട്ട് ട്രെയിൻ ജേർണി അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു ദിവസം ട്രെയിനിൽ പോവുകയും വേണം, അതും ലിസ്റ്റിലുണ്ട്, ഒരു ദിവസം പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്. കാരണം നമുക്ക് എവിടെയാണ് ഈ പാടം ഉള്ളതെന്നൊക്കെ അറിയത്തില്ല. ഈ വർഷമാണെങ്കിൽ ഭയങ്കര കുറവാണെന്നാണ് കേട്ടത്. അപ്പം നമ്മൾ പോകുന്ന വഴി നമുക്ക് ഈ ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഈ ട്രെയിനിൽ പോകുന്നവർക്ക് ഈ വഴിയാണ് പോകുന്നത്. ഒരു ട്രെയിൻ പാളമാണ് കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ഇത് കാണാം. ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പേരുണ്ട് ഈ ബ്രിഡ്ജിന്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം നമ്മൾ ഇപ്പം കൊല്ലം ആ സൈഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം കഴിഞ്ഞു. അപ്പോൾ തെന്മല, ഇനി തെന്മലയിലോട്ടാണ്. തെന്മല കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ തെങ്കാശി എത്തിയിരിക്കുകയാണ്. തെന്മലയും കടന്ന് തെങ്കാശിയിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളുടെ തമിഴ്നാട് സൈഡിൽ നമുക്ക് നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഒരു കാളവണ്ടി, പിന്നെ അവിടുത്തെ സ്കൂട്ടർ ഉണ്ടല്ലോ അത്, പിന്നെ ഈ പുല്ലും കൊണ്ട് പോകുന്ന കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. പിന്നെ ഈ സൈഡിൽ അവരുടെ ഈ ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ പെയിൻറ് കണ്ടിട്ടുണ്ടോ? വൈറ്റ് ആൻഡ് റെഡ് മാത്രമേ കാണുള്ളൂ ചില അമ്പലങ്ങളിൽ. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു തമിഴ്നാട് ഫീലിംഗ് ആണ്. പിന്നെ ഈ പാടങ്ങൾ, ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് തെങ്കാശി ആയാലും തമിഴ്നാട് സൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പാടങ്ങളാണ്. നല്ല രസമല്ലേ ഈ പോകുന്ന വഴി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇറങ്ങണമെന്നുണ്ട്, അത് വെള്ളമായതുകൊണ്ടാണ് ഇറങ്ങാഞ്ഞത്. അപ്പോൾ നല്ല രസമാണ്. എനിക്കും തമിഴ്നാടെന്ന് കേൾക്കുമ്പോഴേ ആദ്യം ഓർമ്മ വരുന്നത് ഈ പാടങ്ങളൊക്കെയാണ്. തെങ്കാശിയിൽ പോകണം എന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ്. ഈ സൺഫ്ലവർ ഫീൽഡിൽ പോകണമെന്നുള്ളത് 2 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോഴാണ് എനിക്ക് പറ്റിയത് പോകാൻ വേണ്ടിയിട്ട്. ഈ വർഷമാണെങ്കിൽ ഭയങ്കര കുറവാണ് പാടങ്ങൾ, കാരണം വെള്ളമില്ല ആണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് പാടങ്ങളൊക്കെ കുറവെന്ന് പറഞ്ഞു. ആകെ 25 സെൻറ്റ് 50 സെൻറ്റിലൊക്കെ ഉള്ളൂ ഈ പാടങ്ങൾ. അപ്പോൾ അത് കാരണം ഈ വർഷം വളരെ കുറവാണ്. ചിലപ്പോൾ ഓണത്തിനുണ്ടാവായിരിക്കാം. ഓണത്തിന് ചിലപ്പം ഇപ്പം വിത്തിട്ടത് ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓണത്തിന് പോകുന്നവർ അങ്ങനെ പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ കാഴ്ചകളാണ്. കണ്ടോ, പിള്ളേർ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ പുറകിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ടിരുന്ന് പോകുന്നത്. ഇവിടെ ഇപ്പം ഈ വർഷം സൺഫ്ലവറിനെക്കാട്ടി കൂടുതൽ ചോളവും എള്ളും ഒക്കെയാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ വർഷം കൂടുതലും ഉള്ളത്. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഞാൻ നേരത്തെ കണ്ട വീഡിയോസിലൊക്കെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ചുറ്റും നമ്മൾ എവിടെ പോയാലും നമുക്ക് ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഫീൽഡ് കാണാൻ പറ്റുമായിരുന്നെന്നാണ് പറഞ്ഞത്, സുന്ദരപാണ്ഡ്യപുരത്ത്. അപ്പം നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തല്ല കേട്ടോ ഇന്ന് പോകുന്നത്. സുന്ദരപാണ്ഡ്യപുരം വേറൊരു റൂട്ടാണ്. പക്ഷെ നമ്മൾ അവിടെ പൂ അധികം ഇല്ല എന്ന് അറിഞ്ഞത് കൊണ്ട്
സുരണ്ടൈ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് കേട്ടോ. സാമ്പാവാർ വടകരയിലാണ് ആദ്യം പോകാനിരുന്നത്, പക്ഷെ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു പോരേണ്ടി വന്നു. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയാവുള്ളൂ. അപ്പോൾ ഈ സുന്ദരപാണ്ഡ്യപുരം അല്ലാതെ അതിന് തൊട്ടടുത്ത് തന്നെ സാമ്പാവാർ വടകരയിൽ സുരണ്ടൈ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ഈ വർഷം കുറച്ചുകൂടെ പൂവുള്ളത്. അപ്പം പോകേണ്ടവരൊക്കെ ആ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഉണ്ട്, പക്ഷെ കുറവാണ്. സുരണ്ടയിലൊക്കെയാണ് കുറച്ചുകൂടെ അവർ പൂ ഒക്കെ ഉള്ളത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇടത് സൈഡിൽ നമുക്ക് ചോളം കാണാം, എള്ള് കാണാം, അങ്ങനെ പല പല ഇങ്ങനെ കൃഷികൾ കാണാൻ പറ്റും. തക്കാളി കൃഷി കാണാം. അങ്ങനെ ഒരുപാട് കൃഷികൾ ഞാൻ കണ്ടു കേട്ടോ പോകുന്ന വഴിക്ക്. എനിക്ക് ഏറ്റവും എന്നെ ഈ ആകർഷിച്ചതെന്ന് വെച്ചാൽ ഇവിടുത്തെ പാടങ്ങൾ തന്നെയാണ്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ നമ്മുടെ വിൻഡ് മില്ല്, കാറ്റാടി, അടിപൊളിയാട്ടോ ദൂരെ നിന്ന് കാണാൻ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ഭംഗി. അത് നമുക്ക് ആ ഒരു സൈഡിൽ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് നമ്മൾക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞ് നമ്മൾ ഈ റോട്ടിൽ പോവാണ് കേട്ടോ. പക്ഷെ ആ റോട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. കാരണം കാറ് പോവില്ല എന്ന് നമ്മൾ അറിഞ്ഞില്ല. അവിടെ ബൈക്കും 2 വീലറും ഒക്കെ പോവുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ കാണുന്നത് കണ്ടോ അങ്ങ് ദൂരെ, അതൊക്കെ സൺഫ്ലവർ ഫീൽഡാണ്. അപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ അവിടെ ഇറങ്ങാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്ററിൽ അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ പിന്നെ സുരണ്ടയിൽ പോയത്. അവിടെ അത്യാവശ്യം ഒരു 80 സെൻറ്റിൽ പാടം ഉണ്ടായിരുന്നു നമ്മളെ വിളിച്ച് ചോദിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ തിരിച്ചങ്ങോട്ട് പോയത്. ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ കാറ് നിർത്തിയിട്ട് നിന്നപ്പോഴാണ് ഈ ഒരു പോസ്റ്റർ കണ്ടത്. ഇനി അങ്ങോട്ട് നമുക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട് ചെറിയ രീതിയിൽ സൂര്യകാന്തി പാടങ്ങൾ. പക്ഷെ കണ്ടിട്ട് ചെറുതാണെന്ന് തോന്നി, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചേട്ടൻ്റെ പാടത്തെത്തിയിട്ടോ, സൂര്യകാന്തി തോട്ടത്തിൽ. പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. കുറേയൊക്കെ നേരത്തെ വിത്തിട്ടതൊക്കെ ഏകദേശം പാടിത്തുടങ്ങി. അതിൻ്റെ സീഡ്സൊക്കെ എടുത്തു. അപ്പോൾ ചിലതാണ് ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് പോയി കാണാൻ പറ്റുന്നതും ഫോട്ടോ എടുക്കാൻ പറ്റുന്നതും ഈ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ, നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ ആ ചേട്ടൻ വന്നു. അങ്ങനെ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഒരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. പെർ ഹെഡ് 50 ആയിരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് 100 രൂപ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സൂര്യകാന്തി പാടം. അടിപൊളിയല്ലേ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വിളിച്ചപ്പോൾ. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിലും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ആദ്യം കണ്ടതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. ആദ്യം കണ്ടത് ഹൈറ്റ് കുറവായിരുന്നു കേട്ടോ, വരുന്ന വഴിക്ക് നമ്മൾ കണ്ടത്. ഇത് പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയോട് കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്തത് വെറുതെ ആയില്ല എന്ന് തോന്നിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് സ്പെക്സ് ഒക്കെ വെച്ച്, സൂര്യകാന്തിക്ക് സ്പെക്സ് ഒക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു, വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ കേട്ടോ പാടം. ഇത് ഭംഗിയാണല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണാനാണ് നമ്മൾ 3 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടം വരെ വന്നത്. അത് എന്തായാലും വർത്താണ്. നല്ല രീതിയിൽ എല്ലാം കാണാൻ പറ്റി. ഈ നമ്മൾ അവധി ദിവസങ്ങൾ വരാതെ വർക്കിംഗ് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. തിരക്കൊന്നുമില്ല, നമ്മൾ മാത്രമേ കാണുള്ളൂ പാടത്ത്. അപ്പം നമ്മളൊരു വ്യാഴാഴ്ചയാണ് പോയത്. അപ്പം നല്ല രീതിയിൽ എല്ലാം കണ്ടിട്ട് വരാൻ പറ്റി. ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓണത്തോട് അടുപ്പിച്ച് ഇവിടെ 1 ഏക്കറിൻ്റെ ഒരു സൺഫ്ലവർ ഫീൽഡിലൂടെ വരും. ഇപ്പം അവർ വിത്തിട്ടിട്ടുണ്ട്. ആ പുറവശം കുറേ തെങ്ങ് കാണുന്നില്ലേ, ആ ഒരു സൈഡിലാണ് അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ വലിയ പാടം കാണാൻ പറ്റും. അത് ഇപ്പോൾ ഇട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് വരുന്നവർക്ക് അപ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇത് കൊഴിഞ്ഞു പോയാലും വാടിപ്പോയാലും ഒക്കെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു സൺഫ്ലവർ ഫീൽഡിൽ വരണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ അത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നമ്മളുടെ കൂടെ ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക്
ഇതിൻ്റെ ഇടയിലൊക്കെ പോയി എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ വഴി തപ്പുക കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ ഈ വഴി. അപ്പോൾ അത് കാരണം വഴി കാണുന്നില്ല, ഇടയ്ക്ക് ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കാലൊക്കെ നോക്കി സൂക്ഷിച്ച് വേണം അതിൽ കൂടെ വരാൻ വേണ്ടിയിട്ട്. നല്ല പ്ലേസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, അധികം ക്രൗഡഡ് അല്ല. സുന്ദരപാണ്ഡ്യപുരത്ത് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പം വരുന്നവർ ഇത് നോക്കിയിട്ട് ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഓണത്തിനൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂട്ട്, അതായത് സാമ്പവാർ വടകരയിൽ പോകാനിരുന്നതാണ്. പക്ഷേ ആ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു സുരണ്ടയിൽ വരാൻ. അങ്ങനെ സുരണ്ടയിലേക്ക് പോയി എല്ലാം കണ്ട് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. നമ്മൾ ശരിക്കും 8:45 അവിടെ എത്തിയതാണ്, പക്ഷെ അവിടെ പോയിട്ട് കാണാഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരു 9:30 ഒക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ രാവിലെയും ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ വലിയ ചൂടൊന്നുമില്ല, എങ്കിലും ചെറിയ വെയിലുണ്ട്. ഉച്ച സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ 10:30, 10:45 എന്തോ ആയി. ആ സമയത്താണെങ്കിൽ വെയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഇടയിൽ പോയൊക്കെ നിൽക്കാൻ. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിൽ പോകുന്നതായിരിക്കും ബെറ്റർ. ഈവനിങ് ആണെങ്കിൽ സൺസെറ്റൊക്കെ കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ്. ഉച്ചയ്ക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലും കൂടെയൊക്കെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ. അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ തിരുമല്ലൈ കോവിലിൽ പോകാമെന്ന് കരുതി. ഈ നമ്മളുടെ പുഷ്പ മൂവിയൊക്കെ അതിലെ സോങ് ഷൂട്ട് ചെയ്തത് അവിടെയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാരിഗോൾഡിൻ്റെ ഫീൽഡ് കണ്ടത്. അങ്ങനെ എനിക്ക് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തിപ്പിച്ച് ഞാൻ ഇറങ്ങി. പക്ഷെ ഒന്നും കാണാൻ വയ്യായിരുന്നു കേട്ടോ, വെയിൽ കാരണം. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുത്തതെന്ന് തന്നെ എനിക്കറിയത്തില്ല, ഫോണിൽ ഒന്നും കാണുന്നില്ലായിരുന്നു വെയിൽ കാരണം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വിൻമില്ലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇത് പോകുന്ന വഴിക്ക് എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റി. സുരണ്ടയിൽ പോയാലേ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. സുന്ദരപാണ്ഡ്യപുരത്ത് അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷന് വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പോകുന്നവർ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തക്കാളി കൃഷിയൊക്കെയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോകുമ്പം ഏറ്റവും ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്, കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ആദ്യമൊന്നും നമുക്ക് അങ്ങോട്ട് കാറോ ഒന്നും കൊണ്ടുപോകാൻ, വെഹിക്കിളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പോവാം. അപ്പം കാറിൽ തന്നെ നമുക്ക് ക്ഷേത്രം വരെ പോവാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഈ കാറ് പോകുന്ന സ്ഥലത്ത് ഒരു ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയി നടന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ കയറാം. കാറും കൊണ്ടോ ബൈക്കിൽ കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ കയറാം. അപ്പോൾ നമുക്കൊരു എൻട്രി ഫീ ഉണ്ട്. കാറിന് 50 രൂപയാണ് കേട്ടോ, ബൈക്കിന് 20 ആണെന്ന് തോന്നുന്നു. ബൈക്കിനല്ല, ബസ്സിന് 20 എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാറിന് എന്തായാലും 50 രൂപയാണ്. അപ്പോൾ ബൈക്കിന് എന്തായാലും കുറവായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കുറച്ച് റിസ്കി ഏരിയ ആണ്, അപ്പോൾ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ഒക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യൂ ആണ്. നമ്മൾ വാഗമൺ, ഇടുക്കി ആ സൈഡിലൊക്കെ പോകുന്ന ഒരു വ്യൂ ഉണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ പാർക്ക് ചെയ്യുന്നത്.
വെഹിക്കിൾസ് എല്ലാം പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സ്റ്റെയർ കയറിയാൽ മതി നമുക്ക് ക്ഷേത്രത്തിലെത്താം. തെങ്കാശിയിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുമലൈക്കോവിൽ, അന്യൻപാറ, ഗുണ്ട ഡാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ കൂടുതൽ മൂവീസും സീരിയൽസും ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്, ഫേമസ് ആണ് അത്യാവശ്യം. അപ്പോൾ തെങ്കാശിയിലേക്ക് വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണ്, ഒരു നല്ല ക്ഷേത്രമാണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ, ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അകത്ത് ഫോൺ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ 10 രൂപ കൊടുത്ത് നമ്മളുടെ ഫോൺ അവർ വാങ്ങി വെച്ചിട്ടാണ് നമ്മളെ അകത്തോട്ട് കയറ്റുന്നത്. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ തിരിച്ച് തൊഴുത് ഇറങ്ങിയപ്പോൾ നമുക്ക് അവിടുന്ന് കുറേ പേരിങ്ങനെ പ്രസാദമായിട്ട് എന്തെങ്കിലും അവരുടെ ഒരു നേർച്ചയായിരിക്കും. അപ്പോൾ ബൂന്തിയും ഇങ്ങനെ അരി വെച്ചിട്ട് ഒരു നല്ല നെയ്യൊക്കെ ഇട്ടൊരു സംഭവം കിട്ടി. അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കത് കൊണ്ട് തന്നു. എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും നമ്മളൊന്ന് നടന്നു. എന്നിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ ബോർഡർ ചിക്കൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബോർഡർ ചിക്കൻ കഴിക്കാൻ പോവാണ്. അത് സെങ്കോട്ടയാണ്. നമ്മൾ തിരിച്ചു വരുന്ന റൂട്ടിലാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ നല്ല തിരക്കാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടെ കോയിൻ പൊറോട്ടയും നല്ല കടായി ചിക്കനും ഒക്കെ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ പൊറോട്ടയാണ് വാങ്ങിച്ചത്. പിന്നെ മട്ടൻ ബിരിയാണി എല്ലാം കിട്ടും. അവിടെ പൊറോട്ടയുടെ കൂടെ റോസ് മിൽക്കും കിട്ടും. നമ്മൾ റോസ് മിൽക്കും വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് നമ്മൾ നൊങ്ക് കണ്ടത്. നൊങ്ക് കണ്ടപ്പോഴേ ഞാൻ നിർത്തി. പിന്നെ അത് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ അവിടെ നിർത്തി കേട്ടോ. അല്ല, ഒന്ന് മതി. இதெல்லாம் இயற்கை, இதெல்லாம் சாப்பிடணும். தோடு விலைக்கு சாப்பிட்டா இது டேஸ்ட்டாக இருக்கும். தோடு இல்லாமலும் சாப்பிடலாம், தோடோடும் சாப்பிடலாம். மதியா மதி ஒரு 2 லிட்டர் வாங்கிட்டு போகலாம்டா. 1 லிட்டர் மதி. இதப்ப இது அது சேர்த்து குடிக்கப்படாது. குடிக்காருன்னா அதை மட்டும் குடிக்கணும்னா வீட்டுல அப்பம் ஒரு நாள் உடனே குடிச்சா വയറിളക്കും. അതാണ് അപ്പത്തേക്ക് നമുക്ക് പനംകള്ളും ചേട്ടൻ തന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടാണ് പോയത്. അതാണ് അപ്പത്തിനെടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഫുഡും കഴിച്ച് അതും കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഒന്നും ഇറങ്ങൂല താഴോട്ട്. അപ്പോൾ പിന്നെ നമ്മൾ പോയി. അപ്പോൾ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. അവിടെ എന്താന്ന് വെച്ചാൽ ഈ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെള്ളം കുറവായത് കാരണമാണ് ഇതൊന്നും ഇല്ലാത്തത്, ഫാമൊന്നും ഇല്ലാത്തത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ചെക്കന്മാരെയും കണ്ടു കേട്ടോ. ഈ നല്ല അടിപൊളി ക്യൂട്ട് കുരങ്ങന്മാരെയും കണ്ടു. നിർത്തിയിട്ട് ഒന്ന് നോക്കാമെന്നായിരുന്നു. പക്ഷെ വേണ്ടാന്ന് കരുതി തിരിച്ചു പോയി. എന്തെങ്കിലും പണി കിട്ടിയാലോ. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൽ കൂടെ ട്രെയിൻ പോകുന്നതും കണ്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തെങ്കാശിയിലോ സുന്ദരപാണ്ഡ്യപുരത്തോ സംഭവർ വടകരയിലോ സുരണ്ടയിലോ പോകുന്നവർ വീഡിയോ സേവ് ആക്കി വെച്ചോ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓണത്തിനൊക്കെ എന്തായാലും പുതിയ പുതിയ പാടങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ മറക്കാതെ അവിടെയൊക്കെ പോവുക. നല്ല ഹോളിഡേയ്സ് എല്ലാം ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.